ഷീറ്റ് കൊണ്ടുള്ള ഓഡിറ്റോറിയം നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അതോടൊപ്പം നമ്മുടെ എല്ലാ പരിപാടികൾക്കും പാകപ്പെട്ട രൂപത്തിലുള്ള വലിയൊരു ഓഡിറ്റോറിയം ഇൻഷാ അല്ലാഹ് അതിന്റെ തുടക്കം ബഹുമാനപ്പെട്ട തങ്ങള് അവിടെ ദുആ ചെയ്ത് നിർവഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകും. അത് പ്രത്യേകിച്ചും തങ്ങളുടെ നേതൃത്വത്തിലായി നമ്മുടെ അബ്ബാസയാണ് അത് നമുക്ക് നൽകിയിട്ടുള്ളത്. മരിച്ചുപോയ ജബ്ബാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകൻ പെട്ടെന്ന് ഇവിടെ മറന്നുപോയി. അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആ മകന്റെ ആഖിറത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി അവിടെ അത് നൽകുകയാണ്. അൽഹംദുലില്ലാഹ് അതിന് വേണ്ട ചെലവുകളൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞപ്പോ അബ്ബാസ് ചാം അവിടുത്തെ പ്രിയപ്പെട്ട മകനൊക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ ആ നൽകുന്ന സംഭാവനയൊക്കെ മകന്റെ ഖബറിൽ അത് വലിയ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതേപോലെ നാട്ടിൽ പല ആവശ്യങ്ങളും ചോദിച്ചപ്പോൾ പലരും നല്ല സംഭാവന തരുന്നവരാണ്. ഉള്ളവരും ഇല്ലാത്തവരൊക്കെ നമ്മുടെ പെട്ടെന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട അമീച്ച, ഞാൻ കൂടുതൽ വീടിന്റെ പരിസരത്തായതുകൊണ്ട് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അമീച്ചാനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. ഇതിലെല്ലാവർക്കും അമീച്ചാനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ പലതുമുണ്ട്. അദ്ദേഹം വലിയൊരു സ്വതക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. അറിയാതെ തന്നെ പലർക്കും വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൊടുക്കുന്നു. അതോടൊപ്പം വലിയ സൽക്കാരപ്രിയനായിരുന്നു. പലർക്കും ഭക്ഷണം കൊടുക്കണം, പലർക്കും തിന്നാൻ കൊടുക്കണം, പലരെയും സൽക്കരിക്കണം എന്ന് വലിയ ഒരു ആഗ്രഹമുള്ള മനുഷ്യനാണ്. അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷെ എല്ലാവരോടും അവസാന സമയങ്ങളിൽ പറഞ്ഞ ഒരു ആഗ്രഹമാണ് ഒരു വീട് എന്നുള്ളത്. വീട് വെക്കാൻ അമീച്ചാക്ക് കഴിഞ്ഞിട്ടില്ല. അമീച്ച അത് തുടങ്ങിയിരുന്നെങ്കിൽ പൂർത്തിയാകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചില സ്ഥലത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് റിക്കാർഡിക്കൽ, ഗവൺമെന്റിന്റെ റിക്കാർഡിക്കൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് കുറച്ച് വൈകിപ്പോയത് കൊണ്ട് അമീച്ച വിട പറയുന്നതിന് മുമ്പ് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഉള്ളത് ചെറിയ പിഞ്ചുമക്കൾ. ആ 2 പിഞ്ചുമക്കളോടൊപ്പം ഒരു മകൻ 3 മക്കളാണ് യതീമാക്കിയിട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. റബ്ബേ, ആ കുടുംബത്തിൽ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ആ മക്കളെയും ഞങ്ങളെ മക്കളെയും നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾ നീ യതീമക്കളാക്കല്ല അല്ലാ. ആ മക്കൾക്ക് വേണ്ടി നല്ലൊരു വീട് ഇൻഷാ അല്ലാഹ് നാട്ടുകാരും കുടുംബക്കാരൊക്കെ കൂടി നിർമ്മിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനും നമ്മുടെ സയ്യിദ് അവറുകൾ തങ്ങളെ കയ്യിൽ നിന്ന് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാവരോടും ഇപ്പൊ ഇനി ചോദിക്കുകയാണ്. അപ്പൊ തങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് സമ്പന്നരുണ്ട്. അവരോടൊക്കെ തങ്ങൾക്ക് പറ്റാവുന്നത് 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം, 2 ലക്ഷം ആണെങ്കിൽ 2 ലക്ഷം തങ്ങളെ നേതൃത്വത്തിൽ അതൊന്ന് ഇൻഷാ അല്ലാഹ് തങ്ങള് വാങ്ങി തരണമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്ക് എവിടെയും മറക്കൂല. ഞാൻ എല്ലാ സ്ഥലത്തും ഓർമ്മിക്കും. അത് വേണ്ട രൂപത്തിൽ ഇടപെടുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാകണം. സയ്യിദ് അവറുകളും ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമാലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ട ഉപദേശം നൽകി ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ ദുആ ചെയ്യും.